അഭിലാഷ, തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരം പലപ്പോഴും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യം അത്തരത്തിലേക്ക് ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് വന്ന 1971 വി കെ കൃഷ്ണമേനോൻ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന വി കെ കൃഷ്ണമേനോൻ ബോംബെയിൽ കോൺഗ്രസുമായി തെറ്റി മുംബൈയിൽ വെച്ച് തുടർച്ചയായി 2 തവണത്തെ പരാജയത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. ഇവിടെ വന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അന്നാണ് വി കെ കൃഷ്ണമേനെ പോലെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഇന്ത്യ ആകെ വലിയ തലപ്പൊക്കമുള്ള ഒരു വലിയ നേതാവ് തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തിരുവനന്തപുരത്ത് വന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ദാമോദരൻ പോറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്ന് 25,000-26,000 വോട്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. ആ കാലയളവിൽ തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞതും. തിരുവനന്തപുരം MP ആയിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞതും. പിന്നീട് ഈ അടിയന്തരാവസ്ഥയുടെ ഘട്ടമൊക്കെ ആയതുകൊണ്ട് അന്ന് ഉപതെരഞ്ഞെടുപ്പൊന്നും ആ ഘട്ടത്തിൽ നടന്നതുമില്ല. അന്നാണ് ആദ്യം ഇന്ത്യയുടെ ഈ തിരുവനന്തപുരം മണ്ഡലം ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന ഒരു VVIP മണ്ഡലമായി മാറിയത്. പിന്നീട് ശശി തരൂർ വരുന്നതോടുകൂടിയാണ് 2009 ശശി തരൂരിന്റെ വരവ്. ശശി തരൂർ ഐക്യരാഷ്ട്രസഭയിൽ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് ഇന്ത്യയിലേക്ക് ഒരു ആഗോള പൗരൻ എന്ന നിലയിലൊക്കെ വലിയ ഒരു പ്രതിച്ഛായയിലൊക്കെ നിൽക്കുമ്പോഴാണ് അന്ന് ഇത്ര പോലും മലയാളം നേരിട്ട് സംസാരിക്കാൻ ശശി തരൂർ അറിയില്ല എങ്കിൽ പോലും മലയാളിക്കൊക്കെ ഒരു വലിയ അഭിമാനമായിരുന്നു തരൂരിനെ പോലെ ഒരാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ. അവിടെയാണ് തരൂർ വിജയിച്ച് തുടങ്ങിയത്. 1,00,000-അടുത്ത് വോട്ടിനാണ് അദ്ദേഹം ആദ്യ തവണ വിജയിക്കുന്നത്. അന്നു മുതൽ തരൂർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്ന കാലം മുതൽ തന്നെ തരൂർ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. അത് അദ്ദേഹത്തിന്റെ ഭരണ വൈദഗ്ധ്യം കൊണ്ടായാലും അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ കൊണ്ടായാലും എപ്പോഴും സാധാരണ മറ്റ് കേരളത്തിൽ നിന്നുള്ള MPമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരാൾ, അക്കാഡമിക് രംഗത്തൊക്കെ വലിയ ശേഷിയുള്ള ഒരു നേതാവ്. അങ്ങനെയെല്ലാം തരൂർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും BJP ഒക്കെ ഏറ്റവും ശക്തമായി തന്നെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളയാൾ. അദ്ദേഹത്തിന്റെ നാക്കുപിഴ കൊണ്ടും അദ്ദേഹത്തിന്റെ ശീലങ്ങളുടെ കുറവ് കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് പലപ്പോഴും വലിയ വിവാദങ്ങൾ, കാറ്റിൽ ക്ലാസ് മുതൽ ഉള്ള വലിയ വിവാദങ്ങൾ, ക്രിക്കറ്റിന്റെ ലേലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി വിവാദങ്ങളുടെയും അതോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് ആ വിവാദങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. എപ്പോഴും സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു 8-10 രാഷ്ട്രീയക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിപക്ഷ നിരയിലായാലും ഭരണപക്ഷ നിരയിലായാലും തരൂരുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. ഈ വിവാദങ്ങളൊന്നും തരൂരിനെ ബാധിച്ചില്ല, തോൽപ്പിച്ചില്ല. അത് ശരിയാണ്. ഒരു തവണ പോലും ബാധിക്കുകയോ തോൽപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണ കുറെ കൂടി ശ്രദ്ധയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെ, അവിടെയാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഒരിക്കൽ കൂടി പറയേണ്ടത്. ശശി തരൂരിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ തരൂർ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി. പന്ന്യൻ രവീന്ദ്രൻ ആണ് LDF സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ കേന്ദ്രമന്ത്രിയെ BJP പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ നമ്മൾ കൊടുത്ത ഓർഡർ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ 1ാം സ്ഥാനത്ത് ലഭിച്ചത് കോൺഗ്രസ് UDF ആയിരുന്നു. 2ാം സ്ഥാനത്തേക്ക് വന്നത് BJP. ആ ഡേറ്റ കൂടി ഒന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനം നേടിയത് BJP ആയിരുന്നു ഈ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഓർഡറിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് പന്ന്യൻ രവീന്ദ്രന്റെ ഒരു ചെറിയ വിഷയം കൂടി പറയേണ്ടതുണ്ട്. ഈ A. ചാൾസ് ആണ് തുടർച്ചയായി ശശി തരൂരിന് മുമ്പ് തിരുവനന്തപുരത്ത് ജയിച്ച MP എന്ന് പറയുന്നത്. A. ചാൾസിന്റെ വരവ് തന്നെ വലിയ അത്ഭുതമായിരുന്നു. പക്ഷെ അദ്ദേഹം 84 മുതൽ 94-ലും 89-ലും 91-ലും A. ചാൾസ് ആണ് ജയിച്ചത്. A. ചാൾസിനെ പരാജയപ്പെടുത്തിയത് CPI-യിൽ നിന്ന് സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ CPIക്ക് തുടർച്ചയായി 3 തവണ പരാജയപ്പെട്ട ഒരു ഘട്ടത്തിൽ A. ചാൾസിനെ പരാജയപ്പെടുത്തുക, അന്ന് KV സുരേന്ദ്രനാഥ്, തിരുവനന്തപുരത്തുകാരൻ ആശാൻ എന്ന് വിളിക്കുന്ന KV സുരേന്ദ്രനാഥാണ് വന്ന് A. ചാൾസിനെ പരാജയപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി എന്ന് VS ശിവകുമാറിനോട് പരാജയപ്പെട്ടു പോയെന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നേരത്തെ A. ചാൾസിന് ശേഷം അത്തരത്തിൽ 3 തവണ MP ആയി നിൽക്കുന്നത് ശശി തരൂരാണ്. CPI-ക്കാർ പറയുന്നത് ഈ ഒരു ചരിത്രമാണ്. അങ്ങനെ 3 തവണ MP ആയിരുന്ന A. ചാൾസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ഒരു തവണ ഇവിടെ MP ആയിരുന്ന വലിയ ഭൂരിപക്ഷത്തിൽ MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രനെ അവതരിപ്പിക്കുന്നതെന്ന്. പക്ഷേ BJP-യുടെ രാജീവ് ചന്ദ്രശേഖർ കൂടി വരുന്നതോടുകൂടിയാണ് ചിത്രത്തിന് കൂടുതൽ ഒരു രാജ്യത്തെ ശ്രദ്ധിക്കപ്പെടുന്ന എന്തായാലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് തിരുവനന്തപുരം വരുന്നത്. തിരുവനന്തപുരത്ത് BJP കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് നിന്ന ഒരു മണ്ഡലമാണ്. 2ാം സ്ഥാനത്ത് നിന്നല്ല, പലപ്പോഴും നമ്മൾ ഈ ത്രികോണ പോരാട്ടം എന്നൊക്കെ, അവിടെയാണ് നമുക്ക് ആ പോയിന്റ് കൂടി എടുത്തു പറയേണ്ടത്. അതായത് തിരുവനന്തപുരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയായിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അത് തന്നെയാണ്. പക്ഷേ അഭിലാഷ്, നമ്മൾ പലപ്പോഴും പല മണ്ഡലങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് BJP ശക്തി പ്രാപിച്ചു വന്ന ശേഷം മാധ്യമങ്ങൾ പൊതുവെ പല മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ എല്ലാ 20 മണ്ഡലങ്ങളിലും ഇപ്പോഴും ത്രികോണ പോരാട്ടം ഒന്നുമല്ല നടക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ വോട്ടന്തരമുണ്ട്. 1 ലക്ഷം, ആകെ 1 ലക്ഷം, 3ാമത്തെ സ്ഥാനാർത്ഥി 1 ലക്ഷം വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ജയിച്ച സ്ഥാനാർത്ഥിയും 3ാമത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ 2 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ത്രികോണ പോരാട്ടം എന്ന് പറയേണ്ടതില്ല. പക്ഷേ തിരുവനന്തപുരത്തിന്റെ സ്ഥിതി അങ്ങനെയല്ല. തിരുവനന്തപുരത്തിന്
അങ്ങനെ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തേക്ക് വന്നത് BJP ആണ്. 3ാം സ്ഥാനത്ത് CPI LDFന്റെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള വോട്ടിന്റെ അന്തരം എന്ന് പറയുന്നത് ഒരു വലിയ അന്തരമായിരുന്നില്ല, ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ്. അത് ഇപ്പോൾ മാത്രമല്ല, BJPയുടെ BJPയുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ തൃശ്ശൂരിന് സുരേഷ് ഗോപി വന്നപ്പോൾ വലിയ പ്രാധാന്യമൊക്കെ നൽകുന്നെങ്കിലും BJPയുടെ ഹിസ്റ്ററി, ഇതുവരെയുള്ള BJPയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ BJP 1ാം സ്ഥാനം നൽകേണ്ട മണ്ഡലം തിരുവനന്തപുരമാണ്. കാരണം തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്ന് BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയതൊന്നുമല്ല. തിരുവനന്തപുരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും ആദ്യം ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന കേരളവർമ്മ നിന്ന ഘട്ടത്തിൽ മുതൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി എന്നപ്പോൾ അദ്ദേഹത്തിന് 1,10,449 വോട്ടാണ് കിട്ടിയത്. 1 ലക്ഷത്തിന് മേൽ വോട്ട് നേടാൻ കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ ഹിന്ദു മുന്നണിക്ക് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം ഒരു മൂന്നാമതൊരു ശക്തിയോ ആ ഒരു പ്രധാനപ്പെട്ട മുന്നണിയായി നിൽക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ പിന്നീട് അങ്ങോട്ടുള്ള BJPയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ് തന്നെ പരിശോധിച്ചാൽ 91-ലാണ് O രാജഗോപാൽ വന്ന് 80,000-ഓളം വോട്ട് പിടിക്കുന്നത്. പിന്നീട് O രാജഗോപാൽ മാറിക്കഴിഞ്ഞ് K രാമൻപിള്ള 96-ൽ വരുന്നു. അന്ന് വോട്ട് അല്പം കുറഞ്ഞ് 74,000-ആയി. പിന്നീട് കേരളവർമ്മ രാജ 98-ൽ വരുമ്പോൾ 94,000 വോട്ട് കൂടുന്നു. അതിനുശേഷം വീണ്ടും O രാജഗോപാൽ വരുമ്പോൾ O രാജഗോപാലാണ് വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പിന്നീട് നടത്തുന്നത്. അത് 1,58-ലേക്ക് വോട്ട് 1,58,800-ലേക്ക് ആകെ വോട്ട് ഉയർത്തുന്നു. അതിനുശേഷം O രാജഗോപാൽ വീണ്ടും മത്സരിക്കുമ്പോൾ, അത് 2004 മത്സരിക്കുമ്പോൾ അത് 2,28,000-ലേക്ക് വന്നു. അന്ന് കേരളത്തെ സംബന്ധിച്ച് ഒരു മണ്ഡലത്തിൽ 2,28,000 വോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അന്നാണ് ഒരു ത്രികോണ മത്സരം, അതിശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക്. അതായത് മറ്റു പല മണ്ഡലങ്ങളിലും ഒരുപക്ഷെ BJP അല്ല എങ്കിൽ മറ്റൊരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് 10,000 വോട്ട് പോലും നേടാൻ പറ്റാത്തൊരു സമയത്താണ് തിരുവനന്തപുരം ഈ തരത്തിൽ ലക്ഷങ്ങളുടെ വോട്ട് വിഹിതം തുടക്കം മുതൽ നൽകി തുടങ്ങിയത്. അതെ, അത് തന്നെയാണ്. O രാജഗോപാലിന് അന്ന് ആ തരത്തിലേക്ക് വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. പക്ഷേ O രാജഗോപാൽ വന്നതിന് ശേഷം 2005-ൽ പക്ഷേ CK പത്മനാഭനാണ് വരുന്നത്. CK പത്മനാഭൻ വന്നപ്പോഴേക്കും അത് 3ാം സ്ഥാനത്ത് തന്നെ ഒരുപാട് വോട്ട് വരും. 36,690 എന്നുള്ള BJPയുടെ വോട്ടിൽ വലിയ തോതിലുള്ള ഒരു കുറവ് ആ സമയത്തുണ്ടായി. അതിനുശേഷം 2009-ൽ PK കൃഷ്ണദാസ് വരുമ്പോഴും ആ വോട്ടിംഗ് ശതമാനം ഒന്നും ഉയർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, PK കൃഷ്ണദാസ് 4ാം സ്ഥാനത്ത് നിന്ന് നീലലോഹിതദാസനും പിന്നിൽ 4ാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് 84,000-ഓളം വോട്ട് പിടിക്കാനൊക്കെ കഴിഞ്ഞു. പിന്നീട് വീണ്ടും O രാജഗോപാൽ വരുമ്പോഴാണ് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് തന്നെ വരുന്നത്. അങ്ങനെ BJPയെ സംബന്ധിച്ച് O രാജഗോപാലിന്റെ ചരിത്രപരമായ പോരാട്ടങ്ങൾ, തുടർച്ചയായ പോരാട്ടങ്ങൾ തന്നെയാണ് BJPയെ ഈ ഒരു 3ാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനും ആ 2ാം സ്ഥാനത്ത് നിലനിർത്താൻ, O രാജഗോപാൽ നിലനിർത്തിയ 2ാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു എന്നതുകൂടിയുണ്ട്. എന്തായാലും അതേ O രാജഗോപാൽ മാത്രമാണ് ഇതുവരെ കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയത് പരിശോധിക്കുമ്പോൾ അവിടെ എടുത്തു പറയേണ്ടത് MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്നതാണ്. CPIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. CPIക്ക് കേരളത്തിൽ ഇവിടെ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനായിരുന്നു കൂടുതൽ കാലവും മണ്ഡലത്തിന് അവകാശിയായിരുന്നത്. മറ്റ് ജയിച്ചിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അതിനകത്ത് നിൽക്കുന്നത് CPI ആണ്. CPIയെ സംബന്ധിച്ച് MN ഗോവിന്ദൻ നായരെ പോലെ CPIയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു തവണ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്ത മണ്ഡലമാണ് 1977. പക്ഷെ തൊട്ടടുത്ത തവണ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു എന്നതുകൂടിയുണ്ട്. പിന്നീട് ഏറെക്കാലത്തേക്ക് CPIയെ സംബന്ധിച്ച് KV സുരേന്ദ്രനാഥ് വരേണ്ടി വന്നു പിന്നീട് ജയിക്കാൻ. അദ്ദേഹവും KV സുരേന്ദ്രനാഥ് മത്സരിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. KV സുരേന്ദ്രൻ 96-ൽ ജയിച്ചു, 98-ൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ 98-ൽ അദ്ദേഹം പരാജയപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കണം, K കരുണാകരനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. K കരുണാകരനെ പോലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും നമ്പർ 1 കോൺഗ്രസ് നേതാവ് വന്ന് മത്സരിക്കുമ്പോഴാണ് കരുണാകരന് തിരുവനന്തപുരവുമായിട്ടുള്ള ബന്ധം, തൃശ്ശൂരുമായി എങ്ങനെയാണ് ബന്ധമുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. ആ തരത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പരാജയപ്പെടുന്നത്. പിന്നീട് 2004 മാത്രമാണ് PK വാസുദേവൻ നായർക്ക് ഈ മണ്ഡലം പിടിക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് VS ശിവകുമാറായിരുന്നു. VS ശിവകുമാറും ഇതുപോലെ കരുണാകരൻ പെട്ടെന്ന് കൊണ്ടൊന്ന് മത്സരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ VS ശിവകുമാറിനെ 2ാം തവണ പരാജയപ്പെടുത്തിയാണ് PK വാസുദേവൻ നായർ ഈ മണ്ഡലം പിടിച്ച് CPIയുടേതാക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇതുപോലെ മുൻ മുഖ്യമന്ത്രിയാണ്. 2 മുൻ മുഖ്യമന്ത്രിമാരെ ജയിപ്പിച്ച മണ്ഡലം കൂടിയാണ് എന്ന് ആലോചിക്കണം. K കരുണാകരനെയും PK വാസുദേവൻ നായരും ഒക്കെ ജയിപ്പിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ വരുന്നു. അന്നൊരു രാഷ്ട്രീയമായ പ്രത്യേകത കൂടിയുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ വരുമ്പോൾ K കരുണാകരൻ
കരുണാകരൻ പന്ന്യൻ രവീന്ദ്രനൊപ്പമാണ്. നമ്മളൊക്കെ ഇപ്പോഴും ആ ചിത്രം ഓർത്തിരിക്കുന്നുണ്ടാവും. വിജയത്തിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ വന്ന ഒരു ലഡു കെ കരുണാകരന് കൊടുക്കുന്ന ചിത്രം അത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ചിത്രമായിരുന്നു. കോൺഗ്രസുമായി തെറ്റുന്ന കെ കരുണാകരൻ അന്ന് പന്ന്യൻ രവീന്ദ്രന്റെ പക്ഷത്തിന് അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രന് വോട്ട് ലഭിക്കണം എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം. അദ്ദേഹത്തിന് നന്ദി, അദ്ദേഹത്തിനുള്ള ആ പരസ്യ പിന്തുണയ്ക്ക്. പിന്നീട് അദ്ദേഹം DACക്ക് ഇടതുമുന്നണിയിൽ വരാമെന്നും ആ DAC ഇടതുമുന്നണിയുടെ ഭാഗമാകുമെന്നൊക്കെയുള്ള വിശാലമായ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് VS അച്യുതാനന്ദൻ CPM-ൽ അതിശക്തനായി നിൽക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പോൾ ബ്യൂറോയിൽ ഈ ചർച്ച വന്നപ്പോൾ തന്നെ കരുണാകരനുമായി, ഒരു കാലത്ത് കരിങ്കാലി കരുണാകരനെന്നും അഴിമതിക്കാരനായ കരുണാകരനെന്നും വിളിച്ച കരുണാകരനുമായി യോജിക്കുന്നത് രാഷ്ട്രീയമായി CPM-ന് ഒരിക്കലും ഗുണം ചെയ്യില്ല, അത് ഭാവിയിലേക്ക് അടക്കം ദോഷം ചെയ്യുമെന്ന് കൊണ്ടുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ആ തീരുമാനത്തെ, ആ താല്പര്യത്തെ, കേരളത്തിന്റെ ഒരു CPM-ലെ തന്നെ ഒരു വിഭാഗം അതിനും അനുകൂലമായിരുന്നു. VS അച്യുതാനന്ദൻ നേതൃത്വമുള്ള വിഭാഗം അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. അന്ന് ആ ഒരു തീരുമാനവും നടന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കൗതുകം എന്ന നിലയ്ക്കും ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന നിലയ്ക്കും കരുണാകരൻ പന്ന്യൻ രവീന്ദ്രനെ ജയിച്ചത് കരുണാകരൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് പന്ന്യൻ രവീന്ദ്രൻ അന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചത്. അങ്ങനെ CPIക്ക് ആ പന്ന്യന് ശേഷം പിന്നീട് ആരെയും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് വന്ന സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ആ സ്ഥാനത്താണ് പിന്നീട് DIC ഇല്ലാതാവുകയും ചെയ്തു. കരുണാകരൻ വീണ്ടും കോൺഗ്രസിന്റെ ഭാഗമാവുകയും ചെയ്തു. അത് കരുണാകരന്റെ അന്ത്യമൊക്കെ ആലോചിച്ചാൽ കരുണാകരൻ വീണ്ടും കോൺഗ്രസിന്റെ ഒരെണ്ണ മെമ്പർഷിപ്പിന് വേണ്ടി വീണ്ടും കരുണാകരന് എത്രയോ കാലം പുറത്തു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അവസാനം അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങി വന്നുവെങ്കിലും പക്ഷേ കെ മുരളീധരന് പിന്നീട് കോൺഗ്രസിൽ മടങ്ങി വരാനും പഴയ പ്രതാപത്തിലേക്ക് അല്ലെങ്കിൽ അതിനൊപ്പമുള്ള പ്രതാപത്തിലേക്കൊക്കെ പോകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് എല്ലാ കാലത്തും ഒരു കറുത്ത ഏടായി തന്നെ അല്ലെങ്കിൽ പരാജയത്തിന് ഏടായി തന്നെ